കാപ്പ കേസ് പ്രതിയായ കൌൺസിലർക്ക് പ്രതിരോധം തീർത്ത് BJP. സുഗതനെ അറസ്റ്റ് ചെയ്തതിൽ ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കാണാൻ മേയർ VV രാജേഷ്. വട്ടിയൂർക്കാവ് SHO വിപിനും SI അഭിജിത്തും ചേർന്നാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് BJPയുടെ ആവശ്യം. അതേസമയം പോലീസുകാർക്കെതിരെ വിമർശനവുമായി ആരോഗ്യമന്ത്രി രംഗത്തെത്തി. അനാവശ്യ ടെൻഷനാണ് പോലീസ് സൃഷ്ടിച്ചത് എന്നും വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം മെല്ലെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ സംഭവത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ഈ വെടിയുടെ ശബ്ദം കുറേശ്ശെ മുഴങ്ങാൻ തുടങ്ങിയത്. പക്ഷെ അതിനിപ്പോൾ വെടിയുടെ ശബ്ദം നിർത്തേണ്ട സമയമായി. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് റോഷിവാലിലേക്ക് പോകാം. റോഷി, അപ്പോൾ 2012 മുതൽ നിരവധി കുറ്റകൃത്യങ്ങൾ കാപ്പ കേസ് ചുമത്തപ്പെട്ടൊരു പ്രതിയാണ്. ഇപ്പോൾ ജയിലിലാണ്. റൌഡി ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്. വധശ്രമ കേസിൽ പ്രതിയാണ്. എന്തിനാ കൗൺസിലർ ആയതിനു ശേഷം പോലും നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ BJP എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇയാളുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM രംഗത്തുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആകാശത്തേക്ക് വെടിവെച്ചിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്രിമിനലിനെ പിടികൂടിയ പോലീസിനോട് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. അവരെ അഭിനന്ദിക്കുന്നതും കണ്ടു. പക്ഷേ വെടിവെപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഒരു വിഷയം രാഷ്ട്രീയമായി ചർച്ചയാവുന്നത് റോഷി? ഷിഹാസുദ്ദീ, സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് എടുത്ത നടപടികളാണ് BJPയെ പ്രകോപിപ്പിക്കുന്നത്. മേയർ VV രാജേഷ് വിഷയമേറ്റെടുത്ത് BJPയുടെ പിന്തുണ അറിയിച്ച് പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് പോലീസ് ബോധപൂർവം ഈ സ്ഥിതി വഷളാക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ, വീട്ടിലുള്ള സുഗതന്റെ ബന്ധുക്കളെ, ഭാര്യ ഉൾപ്പെടെ കുട്ടിയെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്ന പരാതി കൂടി നൽകാനാണ് പോലീസിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർത്തുക. അതേസമയം പോലീസിന്റെ വാദം ഈ കാപ്പ കേസിലെ പ്രതിയായ സുഗതനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയപ്പോൾ പോലീസിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സ്വയം രക്ഷാർത്ഥമാണ് പോലീസ് അതിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിപിൻ റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെച്ചത്. അല്ലെങ്കിൽ കൂടുതൽ അപകടം വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം വരും ദിവസങ്ങളിൽ പരിശോധിച്ച് പുറത്തു വന്നാൽ അക്കാര്യത്തിൽ വ്യക്തത വരും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. അവിടെ പരിശോധനയ്ക്ക് എത്തിയ, അറസ്റ്റ് രേഖപ്പെടുത്താൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റ് അവർ ചികിത്സയിലുമാണ്. അതേപോലെ തന്നെ അവിടെ സുഗതന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുമുണ്ട്. അങ്ങനെ ഇരു വിഭാഗവും, പോലീസും ഒപ്പം സുഗതന്റെ കുടുംബവും ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും നേരത്തെ തന്നെ വിവിധ ക്രിമിനൽ കേസുകൾ പ്രതിയായി അങ്ങനെ കാപ്പ ചുമത്തിക്കൊണ്ട് ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസ് കൂടിയുണ്ട്. ഇപ്പോൾ ഈ കാപ്പയ്ക്ക് പുറമെ 2 കേസുകൾ കൂടി സുഗതന്റെ പേരിലായി. നേരത്തെ അവിടെ ഉണ്ടായ ഒരു സംഘർഷ കേസുണ്ട്. ഹൈക്കോടതി അതിൽ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. സമാനമായി കഴിഞ്ഞ ദിവസം പോലീസിനെ ആക്രമിച്ച ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത ഒരു കേസ് കൂടി സുഗതന്റെ പേരിലായി. പൊതുവെ രാഷ്ട്രീയ സംഘർഷത്തിലല്ല, സാധാരണ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ സംഘർഷത്തിലുള്ള കേസുകളിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ ഇത് സാധാരണ സംഘർഷത്തിൽ, അക്രമങ്ങളിൽ ഉൾപ്പെടെ നിരവധി അക്രമ കേസുകളിലാണ് സുഗതൻ പ്രതിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് സുഗതനെ BJP നേതൃത്വം സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ തന്നെ വ്യാപകമായി വിമർശനം ഉയർന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് VV രാജേഷ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് പരാതികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശരി റോഷി, അപ്പോൾ സ്ഥാനാർത്ഥിത്വം നൽകി വിജയിച്ചു വന്നു. വിജയിച്ചതിന് ശേഷവും വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. കേരളത്തിലെ, സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ ഇത്തരത്തിൽ കാപ്പ കേസ് ചുമത്തപ്പെട്ട് ജയിലിൽ പോകുന്നത്. ഇനി 6 മാസം പുറത്തിറങ്ങുന്ന കാര്യം സംശയമാണ്. അതിനിടയിലും BJP പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം.